ശമ്പളം മുടങ്ങിയതോടെ സമരം ആരംഭിച്ച് സംസ്ഥാനത്തെ 108 ആംബുലൻസിലെ ജീവനക്കാർ ആശുപത്രിയിൽ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്കുള്ള ട്രിപ്പുകൾ എടുക്കാതെയാണ് സമരം. മെയ് മാസത്തെ ശമ്പളം 13-ാം തീയതിയായിട്ടും കിട്ടാത്തതിനെ തുടർന്നാണ് CITUവിന്റെ ആഭിമുഖ്യത്തിൽ നിസ്സഹകരണ സമരം ആരംഭിച്ചത്. ശാലിനി ചേരുന്നു. ശാലിനി, എന്താണ് കൂടുതൽ വിവരങ്ങൾ? രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാരാണ് ഇപ്പോൾ പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. EMRI ഗ്രീൻ കമ്പനി എന്ന് പറയുന്ന ഒരു കമ്പനി, ഹെൽത്ത് കമ്പനിയാണ്. ഇവരാണ് ഈ ഒരു 108 ആംബുലൻസുമായി കരാർ ഏറ്റെടുത്തിരുന്നത്. ഇവരാണ് ഈ ശമ്പളം നൽകി വരുന്ന നടപടികളടക്കം സ്വീകരിച്ചത്. പക്ഷേ നാളുകളായി ശമ്പളം മുടങ്ങിയ ഒരു സാഹചര്യം മുൻപും ഇവർക്ക് നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ മെയ് മാസത്തെ ശമ്പളം, അതായത് 7-ാം തീയതിക്ക് മുൻപ് ശമ്പളം കൊടുക്കാമെന്നുള്ളതാണ് സർക്കാരുമായി EMRI ഹെൽത്ത് കമ്പനി അല്ലെങ്കിൽ EMRI ഗ്രീൻ ഹെൽത്ത് കമ്പനി എടുത്തിരിക്കുന്ന കരാറ്. ആ കരാറ് നിഷേധിച്ചുകൊണ്ട് 7-ാം തീയതി കഴിഞ്ഞ് 13-ാം തീയതിയായിട്ടും ശമ്പളം നൽകാത്ത സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരം ഇപ്പോൾ 108 ആംബുലൻസ് ജീവനക്കാർ നടത്തുന്നത്. പ്രധാനമായും ഈ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള രോഗികളെ മാറ്റലടക്കമുള്ള നടപടികൾ പൂർണ്ണമായും ബഹിഷ്കരിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രത്യക്ഷ സമരത്തിന് 108 ജീവനക്കാർ ഇപ്പോൾ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 11-ാം തീയതി ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിച്ച സമരം ഇന്ന് 13-ാം തീയതി കഴിയാറാവുമ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ് 108 ജീവനക്കാർ വ്യക്തമാക്കുന്നത്. പ്രത്യേകിച്ച് മുൻപും സമാനമായി ഈ കമ്പനി ശമ്പളം മുടക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ചർച്ച അന്ന് നടത്തിയ ചർച്ചയിൽ ഒരു കരാർ ഒപ്പുവെച്ചത് എല്ലാ മാസവും 7-ാം തീയതിക്കുള്ളിൽ ജീവനക്കാർക്ക് ശമ്പളം നൽകാമെന്നുള്ളതായിരുന്നു. പക്ഷേ ആ ശമ്പളം നൽകൽ ഇപ്പോഴും വൈകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മെയ് മാസത്തെ ശമ്പളം നൽകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ജീവനക്കാർ സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത്. എന്തായാലും 5 വർഷമായിരുന്നു ഈ കരാർ കമ്പനിയുമായി സംസ്ഥാന സർക്കാർ കരാർ വെച്ചിരുന്നത്. പക്ഷേ ആ 5 വർഷം കഴിഞ്ഞ് 3 മാസം കൂടി നീട്ടി നൽകിയ ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ശമ്പളം മുടക്കിക്കൊണ്ടുള്ള ഒരു നടപടി ഈ കമ്പനി സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഒരു പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങുന്നത്. സൂചനാ സമരം എന്നുള്ളതാണ് ജീവനക്കാർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ശമ്പളം ലഭ്യമായില്ലെങ്കിൽ സമരത്തിന്റെ നടപടികളും ഒപ്പം തന്നെ സമര രീതിയും മാറ്റും എന്നുള്ളൊരു നിലപാടാണ് ഇപ്പോൾ 108 ആംബുലൻസിന്റെ ജീവനക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുള്ളത്. പ്രത്യേകിച്ച് എമർജൻസി സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ആംബുലൻസുകൾ സ്വീകരിക്കുന്നത്. അതടക്കം ഉപേക്ഷിച്ചുകൊണ്ട് പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനാണ് ഭരണാനുകൂല സംഘടനയായ CITU അടക്കമുള്ളവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. CITU അടക്കമുള്ള സംഘടനകളാണ് 11-ാം തീയതി മുതൽ ഇന്ന് വരെ ഈ സമരം തുടർന്നുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലെ അനിശ്ചിതകാല സമരം ശമ്പളം ലഭ്യമായില്ലെങ്കിൽ തുടരുമെന്നുള്ളതാണ് ഇവരുടെ നിലപാട്. രോഹിണി, ശാലിനി സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ട്രിപ്പുകൾ എടുക്കാതെയാണ് സമരം, സൂചനാ സമരമാണ്. ഇനി എമർജൻസി കേസുകൾ കൂടി എടുക്കാതാകുന്നതോടെ വലിയ പ്രതികൂല സാഹചര്യം തന്നെ ആരോഗ്യമേഖലയെ സംബന്ധിച്ചുണ്ടാകും. അതുകൊണ്ട് അതിനു മുൻപ് ചർച്ചയ്ക്ക് അധികൃതർ തയ്യാറാകുമെന്ന് കരുതേണ്ടതുണ്ടോ? രോഹിണി, കഴിഞ്ഞ ദിവസങ്ങളടക്കം ഈ സമരം ആരംഭിച്ചതിന് പിന്നാലെ പല ജില്ലകളിലും ഈ ആക്സിഡന്റ് കേസുകൾ ഒപ്പം തന്നെ ആശുപത്രികളിൽ എത്തി വിദഗ്ധ ചികിത്സയ്ക്ക് മറ്റുമായി വിവിധ ആശുപത്രികളിലേക്ക് മാറ്റേണ്ട രോഗികൾ ഇവരെയൊക്കെ തന്നെ എടുക്കുന്നത് ഗണ്യമായി കുറച്ചൊരു സാഹചര്യം 108 ആംബുലൻസുകൾ എടുത്തിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചിലയിടത്ത് ഹൃദയാഘാതം അടക്കം സംഭവിച്ച് മരണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ സർക്കാർ തലത്തിൽ ചർച്ച നടക്കുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് CITU അടക്കമുള്ള സംഘടന ഉള്ളത്. BMS ഒപ്പം തന്നെ പ്രതിപക്ഷ സംഘടനകൾ അടക്കം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങാനും ഒപ്പം തന്നെ CITUവിന്റെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിൽ നിൽക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യമന്ത്രി അടക്കമുള്ളവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയ്ക്ക് തയ്യാറാകും. ഒപ്പം തന്നെ ശമ്പളം ഉടനടി ലഭ്യമാക്കുമെന്നുള്ളതാണ് ഇവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. അത്തരത്തിൽ ശമ്പളം ലഭ്യമായില്ല എങ്കിൽ പ്രത്യക്ഷ സമരം ഇനിയും ശക്തമാക്കും. കൂടുതൽ ജില്ലകളിലേക്കും ഒപ്പം തന്നെ സർവീസുകളിലേക്കും അത് വ്യാപിപ്പിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പ്രത്യക്ഷ സമരം തുടരുകയാണ് 108 ആംബുലൻസ് ജീവനക്കാർ. വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരാണ് ഇത്തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് ജൂൺ മാസമാണ്, സ്കൂൾ തുറന്ന മാസമാണ്. സ്കൂൾ തുറക്കുമ്പോഴൊക്കെ തന്നെ ഇവർക്ക് ശമ്പളം കിട്ടി കുട്ടികളുടെ കാര്യങ്ങൾ അടക്കം നോക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതടക്കം ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു സാഹചര്യം ഈ ഒരു കമ്പനി, അതായത് EMRI ഗ്രീൻ ഹെൽത്ത് കമ്പനിയുടെ ഭാഗത്തു നിന്നുള്ള നടപടിയിൽ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും സമരം തുടരാൻ തന്നെയാണ് നിലവിൽ ഇവരുടെ തീരുമാനം. രോഹിണി, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.